കൊല്ലം ജില്ലയിലും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് ന്യൂ ഇയറിന്റെ ഭാഗമായി നടത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഈ തങ്കശ്ശേരി ഹാർബറിന് സമീപത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നതാണ്. നിരവധി ആളുകളാണ് ഈ ഭാഗത്ത് തടിച്ചുകൂടിയിട്ടുള്ളത്. വലിയ ഒരാൾക്കൂട്ടം, അതായത് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ഈ ന്യൂ ഇയറിനെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ ആഘോഷങ്ങൾ, അതായത് DJ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള ഒരു അനുവാദമുള്ളത് അത് 11:50 ശേഷം മാത്രമാണ്. അരമണിക്കൂറിലധികം സമയമായിരിക്കും ഇവിടെ അതിനുള്ള ഒരു അനുവാദമുള്ളത്. ആ ന്യൂ ഇയർ ആകുന്നതോടുകൂടെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുകയും വലിയ വിപുലമായി തന്നെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. വലിയ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് അല്ലേ ഇത്തവണയും? തീർച്ചയായും തങ്കശ്ശേരി CYMS 78ാമത്തെ വർഷമാണ്. 1948 സ്ഥാപിതമായ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ സ്ഥാപിതമായ സംഘടനയാണ്. ഈ സംഘടന വർഷങ്ങളായിട്ട് നടത്തുന്ന പുതുവർഷാഘോഷമാണ്. നമ്മുടെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ വളരെ ചരിത്രമുള്ള ഒരു മണ്ണാണ് തങ്കശ്ശേരി. അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ, അതിന്റെ തിരുശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ, കളറാക്കാൻ തന്നെയാണ് തീർച്ചയായും. അപ്പോൾ അതിന്റെ ആ ഒരു സംസ്കാരത്തിന്റെ ഒരു പുതുവർഷത്തിന്റെ വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ അതിന്റെ ആ സംസ്കാരത്തിൽ നിന്നും അഡാപ്റ്റ് ചെയ്ത ഒരു ആഘോഷമാണിത്. അതിന്ന് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ആഘോഷം എന്നതിലുപരി കൊല്ലം തീരത്തിന്റെ ആഘോഷം, അല്ലെങ്കിൽ കൊല്ലം ജനതയുടെ ആഘോഷം, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് ഇതിന്റെ സൗഹൃദത്തിന്റെ ഭാഗമാകുന്നു. ഞങ്ങൾ ഇതിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് മതമല്ല, മനുഷ്യനാണ് വലുത്. ദിവ്യ, ഇവിടെ ഇപ്പോൾ തന്നെ കരിമരുന്ന് പ്രയോഗമെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗത്തായി അതിന്റെ വശങ്ങളിലായി കരിമരുന്ന് പ്രയോഗമെല്ലാം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടി ആളുകൾ, അതായത് ഇരുന്ന ആളുകളെല്ലാം എഴുന്നേൽക്കുക. ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഏകദേശം 11:45 അടുക്കുന്ന ഒരു സമയമാവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റ് ആഘോഷങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സമയമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം തന്നെ വളരെ ആവേശത്തോടുകൂടെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നേക്കുന്നത്? എനിക്കറിയില്ല. ഫസ്റ്റ് കാര്യം ക്രൗഡ് കണ്ടല്ലോ, ഇത് നമ്മള് പറ്റാവുന്നതിനപ്പുറം. തങ്കശ്ശേരി പൊളിയാണ്. ഇത് കണ്ടില്ല, തങ്കശ്ശേരി ഇയർ ബൈ ഇയർ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പിന്നോട്ടില്ല. ഇത് നമ്മളൊരു ന്യൂ ഇയർ വൈബാക്കാൻ തന്നെയാണ് നിങ്ങളുടെ, പിന്നെ പക്ക വൈബാണ്. ഇതിലും വലിയൊരു ആഘോഷം ഈ കൊല്ലം ഉണ്ടാവണമെന്നല്ല, കൊച്ചിൻ കാറിന് കഴിഞ്ഞാൽ അതിനൊക്കെ ഏറ്റവും വലിയൊരു വൈബാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആഘോഷമാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ നടത്തുന്ന ആഘോഷം. വലിയ നിയന്ത്രണങ്ങളുടെ മധ്യയാണ് കൊല്ലം ജില്ലയിലും ആഘോഷങ്ങൾ നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു പോലീസ് വിന്യാസമൊക്കെ നടത്തിയിട്ടുണ്ട്. ആളുകളുടെ ഈ ഒരു കൂട്ടം തന്നെയാണ്, അതായത് കുറച്ച് അരമണിക്കൂറോളം മാത്രമേ ഇവിടെ സമയം ലഭിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയം പരമാവധി ആഘോഷമാക്കാൻ തന്നെയാണ് 10,000-കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടി എത്തിയിരിക്കുന്നത്. ഈ ഒരു മൈതാനിയിൽ ഇനി ആളുകൾക്ക് ഇറങ്ങാൻ കഴിയില്ല, അത്രത്തോളം നിറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥലം എന്നുള്ളതാണ് ഒരു കാര്യം. അല്പസമയത്തിനകം ആഘോഷങ്ങൾ ആരംഭിക്കും. അതിനുശേഷം പിന്നെ ആഘോഷത്തിന്റെ ഒരു അരമണിക്കൂർ തന്നെയായിരിക്കും ഈ തങ്കശ്ശേരിയിലും നമുക്ക് കാണാൻ കഴിയുക. യെസ്, എന്തായാലും കൊല്ലവും ഇത്തവണ പൊളിയാണ്, പൊളി വൈബാണ്. ആഘോഷം അങ്ങനെ പീക്കിലെത്തിയിരിക്കുന്നു. എന്തായാലും ലിജോ, ഞാൻ 12-ന് മുമ്പ് ഒന്നുകൂടെ വരാം. ഒരു ഡാൻസ് കൂടി ആവാൻ തോന്നുന്നു നമുക്ക്. അപ്പോൾ റെഡി ആയിരുന്നോ?